കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മറ്റൊരു സംസ്ഥാനമാണ് അസം. ബി.ജെ.പി. ഭരണകക്ഷിയായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. ഇന്നത്തെ പ്രഭാതം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിരുന്നുവെന്ന് പറയാതെ വയ്യ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിശ്വസ്തയും ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്ന നന്ദിത ഗോർലോസ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേർന്നുവെന്ന വാർത്ത കേട്ടുകൊണ്ടാണ് അസം ഉണർന്നത്. വെറുമൊരു രാജി എന്നതിലുപരി സർക്കാരിന്റെ നയരൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന ഒരു മന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് പ്രതിപക്ഷത്തേക്ക് ചേക്കേറിയത് അസം രാഷ്ട്രീയത്തിലെ സകല സമവാക്യങ്ങളെയും തകിടം മറിച്ചിരിക്കുകയാണ്. അസമിലെ ദിമ ഹസാവോ മേഖലയിൽ ബി.ജെ.പിയുടെ വിജയമുഖമായിരുന്നു നന്ദിത ഗോർലോസ. അസം രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ വനിതാ നേതാവാണ് നന്ദിത ഗോർലോസ. ഗുവാഹത്തിയിലെ പ്രശസ്തമായ കോട്ടൺ കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ അവർ വിദ്യാസമ്പന്നയായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ടിക്കറ്റിൽ ഹഫ്ലോങ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ടാണ് അവർ സജീവ രാഷ്ട്രീയത്തിന് മുൻനിരയിലേക്ക് വരുന്നത്. വെറുമൊരു MLA എന്നതിലുപരി 2022 ഹിമന്ത ബിശ്വ ശർമ്മ മന്ത്രിസഭയിൽ അംഗമായ അവർക്ക് ഊർജ്ജം, സഹകരണം, ഖനനം, കായികം, ആദിവാസി, വിശ്വാസ സംസ്കാരം തുടങ്ങി അതിപ്രധാനമായ 5ഓളം വകുപ്പുകളുടെ ചുമതലയാണ് മുഖ്യമന്ത്രി നൽകിയിരുന്നത്. മലയോര മേഖലയിലെ ബി.ജെ.പിയുടെ ഏറ്റവും വിശ്വസ്തയായ മുഖമായിട്ടാണ് അവർ ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ സ്വന്തം സിറ്റിംഗ് സീറ്റായ ഹഫ്ലോങ്ങിൽ നന്ദിതയ്ക്ക് ബി.ജെ.പി. ടിക്കറ്റ് നിഷേധിച്ചു. പകരം രൂപാലി ലാങ്താസ എന്ന പുതുമുഖത്തെയാണ് പാർട്ടി അവിടെ മത്സരരംഗത്തിറക്കിയത്. മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടും അവസാന നിമിഷം തന്നെ തഴഞ്ഞ നേതൃത്വത്തിന്റെ നടപടിയിൽ നന്ദിത കടുത്ത അമർഷത്തിലായിരുന്നു. പാർട്ടിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച തന്നെ വഞ്ചിച്ചുവെന്ന നിലപാടിലായിരുന്നു അവർ. ദിമ ഹസൗവയിലെ ബി.ജെ.പി. യൂണിറ്റിനുള്ളിലെ വിഭാഗീയതയാണ് നന്ദിതയുടെ പുറത്താകലിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. നോർത്ത് കാച്ചാർ ഹിൽസ് ഓട്ടോണോമസ് കൗൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് മെമ്പർ ഡോബോലാൽ ഗോർലോസയുമായി നന്ദിതയ്ക്ക് വർഷങ്ങളായി കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ ആഭ്യന്തര കലഹത്തിൽ പാർട്ടി നേതൃത്വം നന്ദിതയെ കൈവിടുകയും ഡെബോലാൽ പക്ഷം രൂപാലിയെ പിന്തുണയ്ക്കുകയും ചെയ്തതാണ് നന്ദിതയെ ചൊടിപ്പിച്ചത്. തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വെല്ലുവിളി നേരിട്ടതോടെ ഒട്ടും വൈകാതെ തന്നെ നന്ദിത തന്റെ രാജിക്കത്ത് സമർപ്പിക്കുകയും ഡൽഹിയിലേക്ക് തിരിക്കുകയുമായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച അവർ ബി.ജെ.പിയുടെ ഏകാധിപത്യപരമായ പോക്കിനെതിരെയും സ്ഥാനാർത്ഥി നിർണയത്തിലെ അനീതിക്കെതിരെയും കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. താൻ ഇത്രയും കാലം വിശ്വസ്തയോടെ പ്രവർത്തിച്ചിട്ടും പാർട്ടി തന്നെ അവഗണിച്ചുവെന്നും ജനസേവനത്തിനായി തനിക്ക് കോൺഗ്രസ് ആണ് മികച്ച വേദിയെന്നും നന്ദിത വ്യക്തമാക്കി. ഹഫ്ലോങ് മണ്ഡലത്തിൽ ബി.ജെ.പി. മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ അവിടെ നന്ദിത തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തിറങ്ങാനാണ് ഇപ്പോൾ സാധ്യത തെളിയുന്നത്. യഥാർത്ഥത്തിൽ നിർമ്മൽ ലാങ്താസയായിരുന്നു കോൺഗ്രസ് ആദ്യം ഹഫ്ലോങ്ങിൽ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നന്ദിതയുടെ കടന്നുവരവോടെ കോൺഗ്രസ് അവിടെ തങ്ങളുടെ തന്ത്രം മാറ്റാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. നന്ദിത ഗോർലോസയുടെ ഈ മാറ്റം ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പരാജയമാണ്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം ക്യാബിനറ്റ് മന്ത്രി തന്നെ പടിയിറങ്ങിപ്പോകുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കും. പ്രത്യേകിച്ച് മലയോര ജില്ലകളിലെ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ ബി.ജെ.പിക്കുണ്ടായിരുന്ന ആധിപത്യം തകർക്കാൻ നന്ദിതയുടെ സാന്നിധ്യത്തിന് സാധിക്കും. സർക്കാരിന്റെ പദ്ധതികളും വികസനങ്ങളും ജനങ്ങളിലെത്തിക്കാൻ മുൻപന്തിയിൽ നിന്ന ഒരു മന്ത്രി തന്നെ ഇപ്പോൾ ഭരണകൂടത്തെ തള്ളിപ്പറയുന്നത് ജനങ്ങൾക്കിടയിൽ ബി.ജെ.പിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ ഇടിവുണ്ടാക്കും. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനുള്ളിലെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായാണ് ഇതിനെ രാഷ്ട്രീയ വൃത്തങ്ങൾ കാണുന്നത്. നന്ദിതയുടെ വഴി പിന്തുടർന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ ബി.ജെ.പി. നേതാക്കളും MLA-മാരും കോൺഗ്രസിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുള്ള നിരവധി മുതിർന്ന നേതാക്കൾ ബി.ജെ.പി. നേതൃത്വവുമായി നിലവിൽ കടുത്ത അകൽച്ചയിലാണ്. നന്ദിതയെ പോലൊരു മുതിർന്ന നേതാവ് ധീരമായ ഒരു തീരുമാനമെടുത്തത് ബി.ജെ.പിയിലെ മറ്റ് അസംതൃപ്തർക്കും വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. സീറ്റ് ലഭിക്കാത്ത മറ്റ് ചില മന്ത്രിമാരും MLA-മാരും കോൺഗ്രസ് ഹൈക്കമാൻഡുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിൽ നിൽക്കെ ഭരണകക്ഷിയിൽ നിന്ന് ഇത്തരത്തിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത് ബി.ജെ.പിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളെയും അണികളുടെ ആത്മവീര്യത്തെയും സാരമായി ബാധിക്കും. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നന്ദിത ഗോർലോസയുടെ വരവ് ഒരു വൻ കുതിച്ചുചാട്ടത്തിനുള്ള അവസരമാണ് നൽകുന്നത്. അസമിലെ മലയോര മേഖലകളിൽ ശക്തമായ ഒരു പ്രാദേശിക നേതൃത്വത്തിന്റെ അഭാവം നേരിട്ടിരുന്ന കോൺഗ്രസിന് നന്ദിതയെ പോലൊരു ഭരണപരിചയമുള്ള ജനകീയ നേതാവിനെ ലഭിച്ചത് വലിയ നേട്ടമാണ്. ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാനും ഭരണകക്ഷിയുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താനും നന്ദിതയുടെ അനുഭവ സമ്പത്ത് കോൺഗ്രസിന് വലിയ തുണയാകും. പ്രത്യേകിച്ച് ഗോത്രവർഗ മേഖലകളിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുകൊണ്ടുവരാൻ നന്ദിതയുടെ സാന്നിധ്യം സഹായിക്കും.
ഭരണകക്ഷിയിലെ ഒരു മന്ത്രി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പ്രതിപക്ഷത്തേക്ക് മാറുന്നത് അസമിലെ വോട്ടർമാർക്കിടയിൽ BJPക്കെതിരായ ഒരു തരംഗം സൃഷ്ടിക്കാൻ കോൺഗ്രസിനെ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. BJP നേതൃത്വം നന്ദിതയെ അവസാന നിമിഷം വരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിലെ അവഗണന ഇനി സഹിക്കാനാവില്ലെന്നാണ് അവർ അടുത്ത വൃത്തങ്ങളോട് വ്യക്തമാക്കിയത്. എന്തായാലും നന്ദിത ഗോർലോസയുടെ ഈ നീക്കം അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ക്ലൈമാക്സായി മാറിക്കഴിഞ്ഞു.